റേഷൻ വ്യാപാരികളുടെ കടയടപ്പ് സമരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ സംസ്ഥാനത്തെ റേഷൻ കടകൾ കാലിയാകുന്നു. വാതിൽപ്പടി വിതരണക്കാരുടെ സമരത്തെ തുടർന്ന് ജനുവരി 1 മുതൽ റേഷൻ സാധനങ്ങളുടെ വിതരണം തടസ്സപ്പെട്ടിരുന്നു. സംസ്ഥാനത്തെ 90% റേഷൻ കടകളിലും ഉൽപ്പന്നങ്ങളൊന്നും സ്റ്റോക്കില്ല. ജനം ബ്രേക്കിംഗ്. 27 മുതൽക്കാണ് റേഷൻ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടുള്ള വ്യാപാരികളുടെ സമരം. എന്നാൽ അതിനു മുൻപേ തന്നെ സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തനം ഏതാണ്ട് നിലച്ച മട്ടാണ്. സംസ്ഥാനത്ത് ആകെയുള്ള 13,929 റേഷൻ കടകളിൽ 90%-ത്തിലും ഉൽപ്പന്നങ്ങളൊന്നും തന്നെ സ്റ്റോക്കില്ല. ബാക്കിയുള്ളവയിലും അരിയും സാധനങ്ങളും തീർന്നു തുടങ്ങി. ഉൽപ്പന്നങ്ങൾ ഗോഡൌണുകളിൽ നിന്നെടുത്ത റേഷൻ കടകളിൽ വാതിൽപ്പടി വിതരണം നടത്തുന്ന കേരള ട്രാൻസ്പോർട്ട് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ പണിമുടക്കിനെ തുടർന്നാണ് ഉൽപ്പന്നങ്ങളുടെ വരവ് നിലച്ചത്. സർക്കാർ കുടിശ്ശിക പണം കൊടുത്തു തീർക്കാതെ വന്നതോടെയാണ് കരാറുകാർ വീണ്ടും സമരത്തിനിറങ്ങിയത്. സെപ്റ്റംബറിലെ ബിൽ തുക സർക്കാർ നൽകിയത് ഭാഗികമായി. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ളത് പൂർണ്ണമായും കുടിശ്ശികയാക്കി. നിലവിലത്തെ സാഹചര്യത്തിൽ സർക്കാരിന്റെ ഉറപ്പുകൾ വിശ്വസിച്ച് മുന്നോട്ട് പോകാനാകില്ലെന്നാണ് കരാറുകാരുടെ നിലപാട്. ബിൽ കുടിശ്ശികയ്ക്ക് വേണ്ടി 2 വർഷത്തിനിടെ 4ാമത്തെ തവണയാണ് വാതിൽപ്പടി വിതരണക്കാർ സമരം ചെയ്യുന്നത്. ഇതിന് പിന്നാലെയാണ് 27 മുതൽ റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം കൂടി വരുന്നത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. ഈ റേഷൻ വില വർദ്ധിപ്പിച്ച് പണം കണ്ടെത്താനുള്ള നിർദ്ദേശം നടപ്പാക്കില്ലെന്നാണ് അല്പം മുമ്പ് മന്ത്രി GR അനിൽ പറഞ്ഞത്. വസ്തുത പറഞ്ഞാൽ സമരക്കാരെ പ്രകോപിപ്പിക്കുന്നതിന് തുല്യമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിവരങ്ങളുമായി രശ്മി കാർത്തിക് ഒപ്പം ചേരും. രശ്മി, ഇതിപ്പോൾ ഒരു റിപ്പോർട്ട് നമ്മൾ കണ്ടുവല്ലോ. അതായത് വാതിൽപ്പടി വിതരണം നടത്തുന്നവരുടെ സമരം 25 ദിവസമായി. ആ സമരം ഒത്തുതീർപ്പാക്കാൻ പറ്റാത്ത സർക്കാരാണ് അടുത്ത സമരത്തിനിറങ്ങുന്നവരെ പരിഹസിക്കുന്നത്, പ്രകോപിപ്പിക്കും, എന്തു പറഞ്ഞാലും അവർക്കത് പ്രകോപനമാകും എന്നൊക്കെ പറയുന്നത്. മന്ത്രിമാരൊക്കെ പരിഹസിക്കുകയാണ്. എന്താണ് മന്ത്രി GR അനിൽ പറഞ്ഞത്? കൃഷ്ണരാജ്, ഈ വ്യാപാരികളെ തികച്ചും പരിഹസിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. വസ്തുത പറയുകയാണെങ്കിൽ അത് സമരക്കാരെ പ്രകോപിപ്പിക്കുന്നതിന് തുല്യമാകും എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ കേരളത്തിൽ ഭക്ഷണം നിഷേധിക്കുന്ന ഒരു സാഹചര്യം അത് ഉണ്ടാകരുത്. സമരത്തിൽ നിന്ന് വ്യാപാരികൾ പിന്മാറണം. ബജറ്റിന്റെ തിരക്കുള്ളതിനാലാണ് ചർച്ചയിൽ ധനമന്ത്രി നേരത്തെ പോയത്. കാരണം കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഒരു ചർച്ച നടത്തിയിരുന്നു. ധനമന്ത്രി ചർച്ചയിൽ പങ്കെടുത്തത് വെറും 5 മിനിറ്റ് മാത്രമാണ്. റേഷൻ വ്യാപാരികൾ 27 മുതൽ പ്രഖ്യാപിച്ചിരുന്ന അനിശ്ചിതകാല പണിമുടക്കിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ മന്ത്രിമാരായ KN ബാലഗോപാലും GR അനിലും ചർച്ച നടത്തിയത്. ഈ ചർച്ച പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കാരണം ആദ്യ 5 മിനിറ്റ് മാത്രം ഈ ഒരു ചർച്ചയിൽ ഇരുന്നതിന് ശേഷം മറ്റൊന്നും പറയാതെ ധനമന്ത്രി ഇറങ്ങി പോവുകയായിരുന്നു. അപ്പോൾ ബജറ്റിന്റെ തിരക്കുള്ളതിനാലാണ് മന്ത്രി പോയത് എന്നുള്ളതാണ് ഭക്ഷ്യമന്ത്രിയുടെ വിശദീകരണം. അപ്പോൾ സർക്കാരിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആ സാമ്പത്തിക അവസ്ഥ ഇപ്പോൾ ഈ വ്യാപാരികളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യാപാരികളുമായി മറ്റ് തർക്കത്തിനൊന്നും തന്നെ ഇല്ല. അവരെ പ്രകോപിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. സമരത്തിൽ നിന്ന് പിന്മാറണം, ഇതൊക്കെയാണ് ഭക്ഷ്യമന്ത്രി പറയുന്ന ഒരു കാര്യം. അവരെ പ്രകോപിപ്പിക്കുന്നതിന് തുല്യമാകും എന്തെങ്കിലും പറഞ്ഞാൽ. ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെയാണ് ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഏതായാലും 27 മുതലാണ് ഈ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ റേഷൻ കടകളിൽ ഭൂരിഭാഗം അടഞ്ഞുകിടക്കുന്നതിനാൽ റേഷൻ വിതരണ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നെന്ന് വേണം മനസ്സിലാക്കാൻ. ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് വിതരണം നടത്തുന്ന ഗതാഗത കരാറുകാർ ഈ മാസം ആദ്യം മുതൽ പണിമുടക്കിലാണ് എന്നുള്ളതും ഏറ്റവും കൂടുതൽ പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയാണ്. വേതന പരിഷ്കരണം എന്ന വ്യാപാരികളുടെ ആവശ്യം 3 സമിതിയുടെ റിപ്പോർട്ടിന്മേൽ ചർച്ച നടത്തി സർക്കാരിന്റെ സാമ്പത്തിക റേഷൻ വ്യാപാരികളെ പരിഹസിക്കുകയാണ് മന്ത്രിമാർ KN ബാലഗോപാലും GR അനിലും.